ഹലോ ഹാഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷം നമ്മുടെ സായ്മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സായ്മോൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം. നമ്മുടെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആളുകളെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ലൈക്ക് ചെയ്യാൻ പറയാറില്ല, ഞാനിന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും. അങ്ങനെ അപ്പോൾ ഇന്ന് സായ്ക്കുട്ടിയുടെ ബർത്ത്ഡേ ശരിക്കും ഡിസംബർ 16-നാണ്. ഡിസംബർ 16-ന് അവനക്ക് SS-ൻ്റെ എക്സാം, പിന്നെ എനിക്ക് പല്ല് കെട്ടാൻ വേണ്ടിയിട്ട് വളാഞ്ചേരിക്ക് പോകേണ്ട ആവശ്യം, അങ്ങനെ കുറേ കാര്യങ്ങളുടെ കാരണം കൊണ്ട് നമ്മൾ ഡിസംബർ 17-നാണ് അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ സെലിബ്രേഷനൊന്നും കാര്യങ്ങളൊന്നുമില്ല. അവന് കുഞ്ഞല്ലേ, അപ്പോൾ അവന് കുറേ വലുതായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവൻ്റെ ബർത്ത്ഡേ ഒരു കേക്ക് മുറിച്ച് ആഘോഷിച്ചത് അവനക്ക് എന്നും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ അവൻ്റെ ഇന്നുമോളുടെയും അവൻ്റെയും ബർത്ത്ഡേക്ക് ഞാൻ കുറേ കാലമായിട്ട് ഞാൻ കേക്ക് വാങ്ങിക്കാറുണ്ട്. അത് എനിക്ക് എൻ്റെ കയ്യിൽ എത്ര പൈസ ഇല്ലാത്ത സമയത്തും ഞാനത് വാങ്ങിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് രാവിലത്തെ ഫുഡ് ഇൻസ്റ്റൻറ്റ് ദോശമാവ് വാങ്ങിച്ചിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി വെക്കാമെന്ന് ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നുമോളാണ് പറഞ്ഞത് ബിരിയാണി വെക്കേണ്ട അമ്മ, നമുക്കത് വാങ്ങിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നി ഒരു ബിരിയാണി വെക്കുന്ന ചിലവിനെ കട്ടിക്കും ചിലവ്, അധ്വാനം, ഗ്യാസ്, അതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മസാലയിൽ നിന്നൊരു ബിരിയാണി ഓർഡർ ചെയ്യുന്നതാണ് നല്ലത് എന്ന് തോന്നിയിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണി പുറത്തുനിന്ന് വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരാൻ പോകുന്നത് എന്താ എന്നുള്ളത് എനിക്കറിയാം. ബർത്ത്ഡേ ആയിട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നോ, അവരിപ്പോൾ വിളിച്ചിരുന്നോ, അന്വേഷിച്ചിരുന്നോ, അങ്ങനത്തെ കമൻറ്റൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരം ഞാൻ ഇപ്പോൾ തന്നെയാണ് പറഞ്ഞേക്കാമെന്ന്, പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ. അവൻ്റെ ബർത്ത്ഡേ ഓർമ്മയുള്ളത് എനിക്കും എൻ്റെ ഇന്നുമോൾക്കും മാത്രമാണ്. ഇപ്പം ഞങ്ങൾ 3 പേരും മാത്രമല്ലേ ജീവിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ. ബാക്കി ആർക്കും ഓർമ്മിക്കാത്തതോ ഓർമ്മിക്കാൻ ഇഷ്ടമല്ലാത്തതോ ആയിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ജനിപ്പിച്ച മക്കളെ ഓർമ്മയില്ലാത്തത് വലിയൊരു കുറവ് തന്നെയാണ്. അതിപ്പോൾ എന്തെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ജനിപ്പിച്ച മക്കൾ ഭക്ഷണം കഴിച്ചോ, അവരെന്താ ചെയ്യണ് എന്ന് അറിയാൻ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള ആഗ്രഹമില്ലാത്ത ഒരു വല്യമ്മ, വല്യപ്പ, ഉപ്പ, അങ്ങനെയൊക്കെ ഉള്ളവർ ഭയങ്കര അൺലക്കിയാണ്. എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് നിൻ്റെ സായ്മോൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഞാൻ അവനക്ക് കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ കുറച്ച് മന്തിയൊക്കെ പോയിട്ട് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവന് അങ്ങനെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അവന് എൻ്റെ മോനക്ക് ഈ ദിവസം 12 വയസ്സ് തികയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അവന് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. എനിക്ക് കൂടുതൽ പറയാൻ വയ്ക്കുന്നില്ല. അത് നല്ലൊരു കുടുംബത്തിലെ അന്തരീക്ഷത്തിൽ അവനക്ക് വളരാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് എന്നും സങ്കടമാണ്. അതേപോലെ എൻ്റെ ഇന്നുമോൾക്കും ഭയങ്കര സങ്കടമാണ്. പഠിച്ചവനെല്ലാം ശരിയാക്കി തരട്ടെ ഇൻഷാ അല്ലാ. അങ്ങനെ നമ്മുടെ സായ്മോനൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സ്നേഹത്തിലുള്ളൊരു കുടുംബത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യം ചെയ്ത ആൾക്കാർക്ക് പറ്റുന്ന കാര്യമാണ്. ഞാൻ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച കാരണം കൊണ്ട് എൻ്റെ മക്കൾക്ക് അങ്ങനത്തെ ഒരു ഫാമിലി ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ചില ആൾക്കാരുടെയൊക്കെ ഈ സ്നേഹം കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ നമ്മൾ ഈ വാക്കുകളിൽ മാത്രമേ ഉള്ളൂ. വാക്കുകളിൽ എനിക്ക് അവർ ഭയങ്കര കാര്യമാണ്, ഞാൻ അവരെ ചെറുപ്പത്തിൽ അങ്ങനെ നോക്കിയിട്ടുണ്ട്, അങ്ങനത്തെ വാക്കുകളും കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ നമ്മൾ ശരിക്കും നമ്മളെ സ്നേഹം, ശരിക്കും നമ്മളെ കടമയും കാണിക്കേണ്ട സമയത്ത് അവരതൊന്നും കാണിക്കത്തുമില്ല. പിന്നെ ഇപ്പോൾ ചെറുപ്പത്തിൽ അങ്ങനെ നോക്കിയെന്നോ അത് ഇത് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് ശരിക്കും എല്ലാവരുടെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ട സമയത്താണ് ശരിക്കും നമ്മൾ ആ സാധനം കാണിക്കേണ്ടത്. ഇല്ല, അതൊന്നും പോട്ടെ, അതൊക്കെ പിന്നിൽ വിട്ട കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചിട്ട് ഇനി സംസാരിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഇപ്പോഴെൻ്റെ പ്രതീക്ഷ എന്തെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്നുമോൾക്കൊരു ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പഠിച്ചവൻ സഹായിച്ചിട്ട് എൻ്റെ ഈ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ കുറേയും കൂടി മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇരിക്കുന്ന ഇരുത്തുണ്ടല്ലോ, ഇത്രയും കഷ്ടപ്പാട് ഇനി എനിക്ക് മുന്നോട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ കാലമല്ലേ ഇടങ്ങറാക്കണ് പഠിച്ചവനെ. അപ്പോൾ പിന്നെ ഒരു സമാധാനം തരും, നല്ല സമാധാനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എന്നാലും ഞാൻ പഠിച്ചവരോട് എപ്പോഴും നന്ദി പറയണ ആളാണ് കേട്ടോ. എൻ്റെ ഈ സങ്കടങ്ങളിൻ്റെ ഇടങ്ങറ് പറയണതിനെക്കാട്ടിയും കൂടുതൽ അൽഹംദുലില്ലാ എന്ന് എപ്പോഴും പറയണ ആളാണ് ഞാൻ. കാരണം ഞാനും എൻ്റെ മക്കളും ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു സ്ഥലത്തുനിന്ന് അത്രയും കപടമുഖങ്ങൾ അങ്ങനത്തെ ആ മുഖങ്ങളുടെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ്. അൽഹംദുലില്ലാ വീണ്ടും അങ്ങനെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഈ പാരൻസ് എല്ലാവരും
കുട്ടികളുടെ പരീക്ഷയൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഷനിലായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ ഹാഫ് ഇയർലി എക്സാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളുടെ കുട്ടികൾക്ക് പറ്റിയൊരു ട്യൂഷൻ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യട്ടെ. ആരും സ്കിപ്പ് അടിച്ച് പോകണ്ട കേട്ടോ. ഞാനീ പറയണത് അൽബിഡോ എഡ്യൂക്കേറ്ററിൻ്റെ ഓൺലൈൻ ട്യൂഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നതിനെക്കാട്ടിക്കും ഇരട്ടി വേഗത്തിൽ ഈ ഓൺലൈൻ ട്യൂഷനിലൂടെ കുട്ടികൾ പഠിക്കും. കാരണം ഇവിടെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ നല്ല രീതിയിലാണ് അവർ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളെ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നതിനെക്കാട്ടിക്കും എഫക്റ്റീവ് ആയിരിക്കുമല്ലോ ഒരു ടീച്ചർ ഒരു കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളത്. പിന്നെ ഇവരുടെ വേറെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച ഫീ എത്രയാണോ അത് മുഴുവനായിട്ട് അവർ നിങ്ങൾക്ക് തിരിച്ചു തരുകയും ചെയ്യും. ഇവിടെ നമ്മളെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് അവർ നമുക്കൊരു ഫ്രീ സെഷൻ തരും കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികളുമായിട്ട് അവർ ഇൻട്രാക്ട് ചെയ്യും. ഒരു അരമണിക്കൂറോളം ഇൻട്രാക്ട് ചെയ്ത ശേഷം നമ്മളും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നമ്മൾ അഡ്മിഷൻ എടുത്താൽ മതിയാവും. ഇപ്പോൾ നമുക്ക് ഇനി ഫൈനൽ ഇയർ എക്സാം ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. എന്തായാലും മക്കൾക്ക് ഒരു 1-to-1 ട്യൂഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കുട്ടികൾ പഠിക്കുന്ന വിഷയങ്ങളിൽ അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം മിക്കവാറും മാത്സ് ആയിരിക്കും. മിക്ക കുട്ടികൾക്കും മാത്സ് ഒരു വില്ലനാണല്ലോ. ഇപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികളുടെ ഇടയിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ നമുക്കൊരു ഡൗട്ട് തോന്നിയാൽ തന്നെ ഇത്രയും കുട്ടികളുടെ ഇടയിൽ നിന്ന് ആ ഡൗട്ട് ചോദിക്കാനൊക്കെ ആ കുട്ടികൾക്ക് ഭയങ്കര ഒരു നാണക്കേടുള്ള കുട്ടികൾക്ക് നാണക്കേട് ഉണ്ടാവുമല്ലോ. എനിക്കൊക്കെ അങ്ങനെ ഇരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് 1-to-1 ഓൺലൈൻ ട്യൂഷനായ കാരണം കൊണ്ട് തന്നെ ആ കുട്ടിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ആ ടീച്ചറിനോട് അത് ചോദിക്കാനും അവർക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മളെ ബേസിക്സ് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് ആ ബേസിക്സ് ഉള്ള കുട്ടികൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നല്ല മാർക്കും നല്ല കാര്യങ്ങളും ഒക്കെ കിട്ടും. ഇവിടെ നമ്മളെ മക്കളെ പഠിപ്പിക്കാനും ടീച്ചർക്ക് പുറമെ ഒരു മെൻറ്റർ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഈ മെൻറ്റർ ട്രാക്കിംഗ് ചെയ്യുകയും ചെയ്യും. പിന്നെ അവർ വോയിസ് നോട്ട്, പിന്നെ സ്പോട്ട് ടെസ്റ്റ് ഇതെല്ലാം നടത്തി നമ്മളെ കുട്ടികളെ നല്ല പഠനത്തിൽ നല്ല മിടുക്കരാക്കി മാറ്റുകയും ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ ഏറ്റവും വലിയ പ്രത്യേകത കുട്ടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച മുഴുവൻ ഫീയും അവർ തിരിച്ചു തരാൻ തയ്യാറുമാണ് കേട്ടോ. അൽബിഡോ എഡ്യൂക്കേറ്ററിലെ ട്യൂഷൻ നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കുട്ടികൾ പഠിക്കുന്ന സിലബസ് ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും 1 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ഇവർ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. CBSE ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവർ സ്പെഷ്യൽ കോച്ചിങ്ങും നൽകുന്നുണ്ട്. പിന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്തെ നമ്മളെ കൂപ്പൺ കോഡായ YT0032 എന്ന ഈ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ നമ്മളെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്യൂഷൻ ക്ലാസ്സൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് കുട്ടികളുടെ പഠനമൊക്കെ ഒന്ന് അടിപൊളിയാക്കാൻ ശ്രമിച്ചു നോക്കി. അങ്ങനെ ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇന്നുമോളൊക്കെ കോളേജ് എന്താണ് ക്ലാസ് എന്തോ ഒരു ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. സായിക്കുട്ടി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സായിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി നല്ല സ്ക്രീൻ സ്പേസ് തരുന്നില്ല. നിങ്ങൾ വാ. സായിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ആയിട്ട് നമ്മൾ നല്ല അടിപൊളി പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പായസം ഉണ്ടാക്കണേ കുടിച്ചിട്ട് എല്ലാവരും പറയും അടിപൊളി, ഞങ്ങളല്ല പറയുന്നത്. ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ വീട്ടിലൊരു വിശേഷം ഉണ്ടാകുമ്പോൾ ഞാൻ പായസം ഇങ്ങനെ കുറേ ഗ്ലാസ്സിലാക്കിയിട്ട് താഴത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ കുട്ടികളുണ്ടെങ്കിൽ കൊടുക്കും, വലിയ ആൾക്കാരുണ്ടെങ്കിൽ കൊടുക്കും, അവിടെ ഉള്ളവർക്ക് കൊടുക്കും, അങ്ങനെ കൊടുക്കും. അപ്പോൾ നമ്മളങ്ങനെ പായസം ഉണ്ടാക്കി പായസം ഉണ്ടാക്കും. അത്രക്കൊന്നുമില്ല, അത്യാവശ്യം പായസമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് നേരെ ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് നമുക്ക് താഴത്തേക്ക് ഒന്ന് പോയിട്ട് കൊണ്ടുപോയി കൊടുത്തു അല്ലേ. കമോൺ ഗൈസ്. നമുക്ക് ഞാൻ ഈ പായസം ഉണ്ടാക്കിയ റെസിപ്പി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് കൂട്ടുകാർ കമൻ്റ് ഇട്ട് ചോദിക്കും, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇത് നല്ല പിങ്ക് കളർ പായസം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ആദ്യം പഞ്ചസാര ഇതുപോലെ കാരമലൈസ് ചെയ്യുക. നല്ലൊരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ നമുക്ക് ആവശ്യമുള്ളത്ര പഞ്ചസാര അങ്ങനെ കാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് നേരെ പാലൊഴിക്കുക. നമ്മൾ പാലൊഴിച്ച് കഴിയുമ്പോൾ ആ പഞ്ചസാര എല്ലാം കട്ട പിടിക്കും. പക്ഷേ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കട്ടയൊക്കെ അലിഞ്ഞ് പാൽ സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പാക്കറ്റ് പാലേക്ക് 2 പാക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് നേരം തിളച്ചിട്ട് കുറച്ച് വറ്റാൻ കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഞാൻ ഈ സാബുനരി ഉണ്ടാവില്ലേ, അത് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ പാൽ ഏകദേശം വറ്റാനായപ്പോഴാണ് ഞാനതൊക്കെ ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാൻ അവിടെ നല്ല നെയ്യിൽ നല്ല സേമിയ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സാബുനരി കുറച്ച് വെന്തപ്പോൾ ഞാൻ സേമിയ കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഇളക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇത് ഏകദേശം ഒരു പിങ്ക് കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കണം, കണ്ടൻസ്ഡ് മിൽക്ക്. ഈ മിൽക്ക് മെയ്ഡിൻ്റെ ഈ കുപ്പി ഞാൻ എപ്പോഴും കഴുകിയിട്ടുള്ളൂ തുറക്കാറ് കേട്ടോ. കാരണം ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴേ ആ പുറത്തേക്കൊക്കെ അതിൻ്റെ ആ കണ്ടൻസ്ഡ് മിൽക്ക് വരും. അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ എൻ്റെ ഓരോരോ പ്രാന്തുകൾ അതന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടിയും ചേർത്തിട്ട്
ഇങ്ങനെ പായസത്തിൽ നല്ല മധുരം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഒരു പിങ്ക് കളർ, ഇത് പിങ്ക് ആയോ എന്നുള്ളത് എനിക്കറിയില്ല, എന്നാലും നല്ല കുറുകിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് താഴെ എല്ലാവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടേ ഞാനിതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ബർത്ത്ഡേ ഉള്ള ഒരാളാണ്, കുളിച്ചിട്ട് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് വരാൻ പറഞ്ഞിട്ട് ഇതാണ് മൂപ്പര കോലം. ഓ എൻ്റെ തന്നെ അനിയൻ 12 വയസ്സായിട്ട് ബുദ്ധി വെച്ചിട്ടില്ല. 12 ഈ മാസം 12 ആയില്ലല്ലേ. പൊട്ടിക്കല് സ്വന്തം അനിയനെ വയസ്സറിയത്തോളൂ. അങ്ങനെ നമ്മൾ ഒരു വിധം നമ്മളങ്ങനെ പായസമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുമായി നമ്മൾ താഴോട്ട് ഇറങ്ങണം. അപ്പോൾ ഏറ്റവും വലിയ താലം നമ്മൾ ഇന്നുമോൾ കൈമാറിക്കൊണ്ടാണ് ഈ പരിപാടി നമ്മൾ അവതരിപ്പിക്കുന്നത്. നമ്മളെ പായസം നിറച്ച് ഏറ്റവും വലിയ താലം നമ്മളെ ഇന്നുമോൾ കൈകളിൽ എന്തി വരുന്നതാണ്. ഇതൊക്കെ എന്റെ പാത്രം, ഇതൊക്കെ ഇത് നമ്മളെ അമൻഷാൻ്റെ വീട്ടിൽ നിന്ന് വന്ന പാത്രമാണ്. ഓൾ ഇന്നലെ ബിരിയാണി കൊടുക്കുന്ന പാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് ഈ പാത്രം നമ്മൾ ഓൾക്കന്നെ കൊടുക്കുന്നതാണ്. യെസ്. ഇനി ഞാൻ എൻ്റെ കൈകളിൽ 2 പായസം ഞാനും ഏന്തി. അങ്ങനെ നമ്മൾ പായസവുമായി താഴെ പോകുന്നുണ്ട്. നമ്മൾ ഇതിൽ പോണതിൽ അവിടെ ആരൊക്കെ കുടുങ്ങിയോ അവർക്കൊക്കെ പായസം കിട്ടും, അല്ലാത്തവർക്കൊന്നും പായസം കിട്ടില്ല. അതാണ് നമ്മളെ ഡീലിങ്സ്. ബിനി വന്നിട്ടില്ല, ബിനി വന്നിട്ടില്ലല്ലോ. അപ്പോൾ സായകുട്ടി അമൻഷാൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒറ്റ കുട്ടിയുടെയും കാണാനല്ലോ ഒന്ന് ദൈവമേ, ഒന്ന് ആരും കാണാമല്ലോ. നമുക്കൊന്ന് ശരൻ്റെ വീട്ടിൽ പോയാലോ. ഇന്നിവിടെ ഒറ്റ കുട്ടികളെയും കാണാനല്ല. പായസം കുടിക്കാം. സയാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ചൂടുണ്ടാവും കേട്ടോ, ചൂട് ചൂട് ചൂട്. ബി കെയർഫുൾ. ഇല്ല മമ്മി ഇല്ല. അത് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം ബർത്ത്ഡേ ഉണ്ടായിട്ടുണ്ട്. അതാണ് ബർത്ത്ഡേ. അങ്ങനെയാണ് കൊടുത്തേ. ഇന്ന് സായ്മോൻ്റെ ബർത്ത്ഡേ ആണ്. ശരി, ഷുഗർ തരട്ടെ. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണെന്നോ. പായസം ഞാനറിയാതിരിക്കും, പിന്നെ നിങ്ങൾ എവിടെ ഉള്ളത്? എന്താ സായിക്കുട്ടിയെ ആരായിട്ട് ഗിഫ്റ്റ് നിൽക്കണ എനിക്ക്? ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അതെ, നല്ലോണം പഠിച്ച് മാർക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി. ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ നിൽക്കട്ടോ, വെയിറ്റേ. ഇതാ ഗിഫ്റ്റ്. എടാ ഗിഫ്റ്റ് നമുക്ക് നോക്കടാ. ഇത് എനിക്ക് ഇന്നലെ വാങ്ങിച്ചിട്ട് എനിക്ക് കണ്ടിട്ടുണ്ട്. അതാണ് എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത. ഇത് എന്ത് ബർത്ത്ഡേക്ക് ടി വി വാങ്ങിച്ചെടുക്കാം. അതെ, പിന്നെ എക്സാം ആയ കാരണം കൊണ്ട് പഠിപ്പിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാരണം കൊണ്ട് ഞാൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മാസത്തിലൊക്കെ ആയിട്ട് ടി വി വാങ്ങിച്ചെടുക്കും. വാങ്ങിച്ചു കൊടുത്തോളം. ഓക്കെ, ആയിക്കോട്ടെ. കേക്ക് മുറിക്കാം. കമ കേക്ക് നമുക്ക് സിറ്റൗട്ടി സെറ്റ് ചെയ്യാം. എന്താണ് ഇവിടെ വന്നേടാ കേക്ക്. സായിക്കുട്ടി ഡ്രസ്സ് കാണിച്ചെടുത്താ. സായിക്കുട്ടി ഡ്രസ്സ് നിൽക്ക്. ഇത് സായിക്കുട്ടിക്ക് നമ്മൾ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചു കൊടുത്ത പുതിയ ഡ്രസ്സാണ് കേട്ടോ. അവന് ഡ്രസ്സും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കൊരു വിഷമം, അവനക്ക് ബർത്ത്ഡേക്ക് ഒന്നും ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ ജിന്റെ ബർത്ത്ഡേ പോലെയാണ് ഞാൻ ഇതൊക്കെ തുറക്കുന്നത്. ബർത്ത്ഡേ ഉള്ള ഒരുത്തന്നെ അവിടെ ഒരു കൂസല്ലാതെ ഇരിക്കുന്നുണ്ട്. ഞാൻ മുറിച്ചാലോ കേക്ക്, അതാവും നല്ലത്. ഹാപ്പി ബർത്ത്ഡേ എടാ. അന്റെ ബർത്ത്ഡേന്റെ കേക്കാണിത്. ഇത് വല്ലതും കാണാനുണ്ടോ ഈ ചെങ്ങായിക്കാണല്ലോ പടച്ചോനെ. ഇനിയിപ്പോ കമന്റ് വരും കേട്ടോ, ആ കുട്ടിയുടെ മുഖത്ത് എന്തോ വിഷമുണ്ട്. ആ കുട്ടിക്ക് സങ്കടമൊന്നും ഉണ്ടായിട്ടില്ല. അതിനൊക്കെ ഒരു കൂസലില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ ബർത്ത്ഡേക്ക് ഡ്രസ്സും ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടും ഓനൊക്കെ നോക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ഓന്റെ ഫീലിങ്സ്? എടാ ഫീലിങ്സ് വന്നോ വല്ലതും? ഫീലിങ്സ് വന്നിട്ടുണ്ടല്ല, ബിന്താത്ത വന്നിട്ടുണ്ട്. സോറി. അയ്യോ, നമ്മൾ ഗൈസ് കേക്ക് നമ്മൾ സിറ്റൗട്ടി വെച്ച് കട്ട് ചെയ്യുന്ന വിചാരിച്ചു. അപ്പോൾ അവിടെ സൗണ്ട് പൊല്യൂഷൻ കാരണം കൊണ്ട് നമ്മൾ കേക്ക് കട്ടിങ് അകത്തേക്ക്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ പായസം നടക്കുന്ന ടെൻഷനുള്ള കാരണം കൊണ്ട് നമ്മൾ ആദ്യം പായസം കുടിച്ച് കഴിഞ്ഞിട്ട്
കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, നീ ഇങ്ങനെ തമാശയായിട്ട് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക നീ ഭയങ്കര അഹങ്കാരികളുണ്ട്. എൻ്റെ മോൾക്ക് ആക്ടിങ് കുറച്ച് കൂടുതലാണ്, എൻ്റെ മോൾ ഓവറാണെന്നൊക്കെ അല്ലേ. ഞാൻ നല്ലപോലെ പറഞ്ഞുതരാം. നമുക്ക് പായസം കണ്ടാ പിന്നെ ഒരുമാതിരി വെറിയാണ്. അതെ, എൻ്റെ മോൾ കുറച്ച് ഓവറാണെന്നുള്ള കമന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. കട്ടിക്കുള്ള പായസം കേട്ടോ. ഓ എന്താ കട്ടി, ഒഴിച്ചിട്ട് വേഗാവട്ടെ, വേഗാവട്ടെ. എന്താണ് ചെങ്ങായേ, വല്ലാത്തൊരു കഷ്ടായി. എന്താണ് ഇവിടെ ഒരുത്തർക്ക് 100 രൂപയുടെ എത്ര രൂപയുടെ എന്നാവോ, എത്ര 600 രൂപയുടെ കേക്ക് വാങ്ങിച്ചിട്ട് ടൈമൊക്കെ നോട്ടല്ലാതെ 45 രൂപയുടെ കിൻഡർ ജോയ് തുറക്കട്ടെ പറഞ്ഞാൽ നിൽക്കുന്നത്. വല്ലാത്തൊരു കഷ്ടം. അത് തുറക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് നീയും ജീജും കൂടിയാണ് തുറക്കേണ്ടത്. ഓക്കെ, കുടിച്ചോളൂ. ഒന്നും പറയല്ല. അതെല്ലാം പായസം അമ്മ പോയാ ഞാൻ 64 ടോപ്പ് 80. ഈ വെയിറ്റ് ലോസ് പ്രോഗ്രാം ഒക്കെ ഇന്ന് ചീറ്റിംഗ് എടുത്തിട്ടാണ് നമ്മള്. വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ വെയിറ്റ് ഒക്കെ നിന്റെ വെയിറ്റ് കുറഞ്ഞ ജേണിയൊക്കെ ചോദിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, പായസം വേണ്ടട ചെങ്ങയ്യേ. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ സായിക്കുട്ടിന്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് അല്ലേ? രണ്ടാമത്തെ ബർത്ത്ഡേ. നമ്മളിവിടെ October 1 വന്നിട്ട് പിന്നെ ഡിസംബറിനായിരുന്നല്ലോ സായിക്കുട്ടിന്റെ ബർത്ത്ഡേ. ഇപ്പൊ നമ്മള് പായസം കൊടുക്കാൻ പോയപ്പോഴേ അപ്പോൾ അവള് നമ്മള് വീഡിയോ കാണുന്നതാണ്. അപ്പൊ അവളിങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ അടുത്തായിട്ട് സായിക്കുട്ടിയുടെ ബർത്ത്ഡേ വീഡിയോ കണ്ട പോലെ ഉണ്ട് എന്നുള്ളത്. ഞാനൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണ്, എന്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കല്ലേ. അപ്പൊ നമ്മള് ഇപ്പൊ വർഷമൊക്കെ ഈ പറഞ്ഞ പോലെ കണ്ണടച്ച് തുറക്കുന്ന പോലെയാണല്ലോ പോകുന്നത്. അങ്ങനെ അപ്പോൾ നമ്മളെ സായിക്കുട്ടിനെ ഇവിടെ വന്നിട്ട് നമ്മളെ രണ്ടാമത്തെ ബർത്ത്ഡേ ഓർക്ക് ഇപ്പൊ 12 വയസ്സ്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആ കേക്കൊന്നും മുറിക്കോ വേഗം. ഓൾക്ക് കേക്കൊന്ന് കട്ടായി കൊടുക്കണം. അപ്പൊ നമ്മള് ഇനി നമ്മള് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മള് കുഞ്ഞ കേക്ക് നമ്മള് സന്തോഷത്തിന് വാങ്ങി കട്ട് ചെയ്ത് കഴിക്കുന്നു. ബർത്ത്ഡേക്ക് നമ്മൾ തോരണങ്ങൾ തൂക്കിയില്ല കേട്ടോ. കാരണം ഈ തോരണങ്ങളൊക്കെ നമ്മൾ തൂക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കേക്കും ഡ്രസ്സും അധികം പറ്റാണ്. അപ്പൊ ഞാനൊക്കെ തോരണങ്ങൾ ഏറെ വേണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ആവശ്യമില്ല. ഈ തോരണം തൂക്കിയിട്ടുണ്ടെങ്കിൽ കളയാൻ നിൽക്കണം. എന്തിനാ പൈനൊക്കെ നിൽക്കണം? അതൊക്കെ നമ്മൾ പരിസ്ഥിതി മലിനീകരണം, പൊല്യൂഷൻ അല്ല, നാച്ചുറൽ പൊല്യൂഷൻ ആണോ, എൻവയോൺമെന്റ് പൊല്യൂഷൻ. സോറി, എന്താണ് കാട്ടുന്നത്? നിക്ക് അതൊന്നും ഇവിടെ നിന്ന് കൊടുക്കുക. Happy birthday to you, happy birthday to you. കേക്ക് മുറിക്കാൻ അറിയില്ലേ? Happy birthday dear Saya. എടാ ആ കത്തി വിട്ടാ. Happy birthday to you. ഓരോരുത്തരോട് കേക്ക് മുറിക്കാൻ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ മുറിക്കാം. അവിടെ നിൽക്കും, ഞാൻ മുറിച്ചാൽ കുടിച്ചോ. അങ്ങനെ തന്നെ മുറിക്കാം. കേക്കിന്റെ ഉള്ളിക്ക് ബോധ കുത്തായിരുന്ന പോലെ നിങ്ങൾക്ക് രണ്ടാക്കും ഓക്കെ എടുത്തോ. ക്രീമാണിത്, എടുക്കോ കട്ട് ചെയ്യണേ. കലല് തരാന്ന് അറിയാം. കൊടുക്കാതെ എന്നും നല്ല ഹാപ്പി ആയിട്ടിരിക്കട്ടെ. മുഖത്തെ വിഷമൊക്കെ മാറട്ടെ. കുട്ടി കൊടുക്കാനേ കുട്ടി കൊടുത്തു. എന്തായി കഷ്ണം തന്നില്ല, തിന്ന്. അങ്ങനെ നമ്മുടെ സായിക്കുട്ടിക്ക് 12 വയസ്സ് തികഞ്ഞു. എനിക്ക് ഒരുപോലെ സന്തോഷമുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ടെൻഷനുണ്ട്. ഒരു കുട്ടിനെ വളർത്തി വലുതാക്കിയിട്ട് ഒരു സമൂഹത്തേക്ക് ഇറക്കി വിടുന്നത് എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. എൻ്റെ മകളെ എനിക്ക് നല്ലപോലെ വളർത്താൻ പറ്റി എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അതേപോലെ എൻ്റെ മകനും നന്നായിട്ട് വളരണേ എന്നുള്ള പ്രാർത്ഥനയും ഉണ്ട് കേട്ടോ. ഞാൻ എന്നും രാത്രി ഉറങ്ങാൻ നേരത്ത് അവനെ ചേർത്ത് പിടിച്ച് ഞാൻ എപ്പോഴും പറയുന്ന ആദ്യത്തെ ഒരു കാര്യം നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ജോലി ചെയ്യണം. ഇതൊന്നുമല്ല ഞാൻ അവനെ പറഞ്ഞു പഠിപ്പിക്കാറുള്ളത്. നമ്മൾ പുറത്തിറങ്ങിയിട്ട് കാണുന്ന എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കണം. അത് നിൻ്റെ മുന്നിൽ വരുന്ന ഈ സ്ത്രീകൾ ഏത് പ്രായക്കാരാണെന്നുണ്ടെങ്കിലും എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കണം. എല്ലാ സ്ത്രീകളെയും നല്ല കണ്ണുകൊടുക്കണേ കാണണം എന്ന് എപ്പോഴും ഞാൻ എൻ്റെ മകനെ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്. എൻ്റെ പ്രാർത്ഥന പോലെ അവൻ നല്ലപോലെ വളരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.